ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ വെച്ചാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ നീളത്തിലുള്ള ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഇത് കഴുകി വാരി ഒരു അരിപ്പയിലോട്ടെല്ലാം എടുത്ത് വെക്കണം. പിന്നെ ഞാൻ ഈ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഒരു 10-15 മിനിറ്റ് കുതിർത്തതിന് ശേഷം അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ ഗ്രേവിയിൽ ചേർക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഈ ബിരിയാണിക്കകത്ത് ചേർക്കാൻ വേണ്ടിയുള്ള കുറച്ച് മസാലയൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും ഒരു മീഡിയം പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, എത്രയാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഈ ബിരിയാണിയിൽ ആകെ ഇത്ര മാത്രമേ ഉള്ളൂ എണ്ണയും നെയ്യും ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. അത് നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മൾ കുക്കറിലൊക്കെ ബിരിയാണി വെക്കുമ്പോൾ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു 2 ഗ്ലാസ് അരിക്ക് ഒരു 2 വലിയ സവാളയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലോട്ട് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ജീരകത്തിൻ്റെയൊക്കെ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മൾ കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ചോറ് മസാലയെല്ലാം ഒരുമിച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഒരുപാട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താൽ അതുപോലെ ഭയങ്കര മഞ്ഞ കളറായി പോകും ചോറിന്. അതുകൊണ്ട് നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു ഇതിൻ്റെ അകത്തോട്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എരിവൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഇതിപ്പോൾ മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഇനി ഇതിലൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അണ്ടിപ്പരിപ്പിനും തേങ്ങയുടെയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ മസാലയ്ക്കകത്തോട്ട് അണ്ടിപ്പരിപ്പും ആ തേങ്ങയുടെയും കൂടി ആ പേസ്റ്റ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആ ചോറിനും നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ പേസ്റ്റ് ചേർക്കുമ്പോൾ. പിന്നെ മുട്ടയെല്ലാം ഒന്ന് വരഞ്ഞിട്ട് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഞാനൊരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഈ ഗ്രേവി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെയിറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഈ കുക്കർ എന്തൊന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ കോരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരിയും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 2.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച്
ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ടായിട്ട് കീറിയതും പിന്നെ ഒരു 3-4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം തക്കോലോ, ഒരു 3 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടയ്ക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വരത്തില്ല. ഇനി കുക്കർ അടച്ചിട്ട് ചെറുതായിട്ട് സ്റ്റീം വരുമ്പോഴത്തേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ടിട്ട് ഈ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫാക്കണം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് പ്രഷറെല്ലാം നന്നായി പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ കുക്കർ തുറക്കാവുള്ളൂ. ഇപ്പോൾ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. കുക്കർ തുറന്ന ഉടനെ ഇളക്കരുത്. കുക്കർ തുറന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം മാത്രം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കാവുള്ളൂ. നമ്മൾ തുറന്ന ഉടനെ ആ ചൂടോടുകൂടി ഇളക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകും. പിന്നെ ഇതിൽ ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും അതുപോലെ സവാള ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ചോറ് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് അതൊന്ന് വിളമ്പാം. ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കർ തുറന്ന ഉടനെ ചോറ് അല്പം കുഴഞ്ഞ പോലെയൊക്കെ തോന്നും. പക്ഷേ അല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാകും. ഇത് കണ്ടോ, ചോറൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്കും ഇതെല്ലാം വിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ കുക്കറിൻ്റെ അടിയിലൊന്നും ഒട്ടും തന്നെ പിടിച്ചിട്ടുമില്ല. പിന്നെ ബിരിയാണിയൊക്കെ എപ്പോഴും ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.